ഹായ് എവരി വൺ. തിയറി ഓഫ് സ്ട്രക്ചേഴ്സിലെ സെക്കൻഡ് മൊഡ്യൂളിലെ പുതിയൊരു ടോപ്പിക്കിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ടേംസും കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ടേംസ് ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കേസാണ്. അതായത് ഒന്ന് ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റീലിന്റെ കേസിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എങ്ങനെ കണ്ടുപിടിക്കാം, അത് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താ നോക്കാം. ഓക്കെ, അത് ന്യൂമറിക്കൽ നമ്പർ ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ കേസിൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കൂടെ പറയാം, എഫ് ഇസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ റേഷ്യോ എന്ന് പറയാനല്ലേ, ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്, ഇങ്ങനെ പറയാം. ഓക്കെ, ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ കേസിൽ. ഇനി അത് ഫോർ സ്റ്റീൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റീലിന്റെ കേസാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് yield stress to working stress. അതാണ് നമുക്ക് yield stress by working stress എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണെങ്കിൽ ഇവിടെ yielding സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ് എന്നുള്ളതാണ്. ഇനി എന്താണ് വർക്കിംഗ് സ്ട്രെസ് നോക്കാം. വർക്കിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അലൗബിൾ സ്ട്രെസ് സെയിം ആണ്, ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ അത് സെയിം ആണ് പെർമിസിബിൾ സ്ട്രെസ്, അതുപോലെ തന്നെ സേഫ് സ്ട്രെസ്. ഓക്കെ, അതായത് ഒരു മെറ്റീരിയലിന്റെ കേസിൽ അതിന് മാക്സിമം എന്താ പറയാ എടുക്കാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള സ്ട്രെസ് എത്രയാണോ, ഫെയിലർ ആവാതെ വളരെ സേഫായിട്ട് ഡാമേജ് ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ട്രെസ് എത്രയാണോ അതിനെയാണ് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുക. അതായത് സേഫ് സ്ട്രെസ്, പെർമിസിബിൾ സ്ട്രെസ്, അതിൽ പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്, അതുപോലെ തന്നെ അലോബിൾ ആയിട്ടുള്ള സ്ട്രെസ്. ഓക്കെ, ആ സ്ട്രെസ്സിന് അപ്പുറം എന്ത് സംഭവിക്കും, ഫ്രാക്ചർ സംഭവിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കേസ് ഫോർ സ്റ്റീലിന്റെ കേസിൽ yield സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ ഇനി അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് നോക്കാം. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൾട്ടിമേറ്റ് സ്ട്രെസ്, പീക്ക് സ്ട്രെസ്, അതുപോലെ തന്നെ മാക്സിമം സ്ട്രെസ്സും രണ്ടും സെയിം ആണ്, മൂന്നും സെയിം ആണ് എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കാണുന്നുള്ളത്, ഇത് നമ്മളൊരു മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ടെൻഷൻ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് വാല്യൂ നമുക്ക് കിട്ടാറുണ്ട്. ആ വാല്യൂ പ്ലസ് അതിൽ വരുന്ന വർക്കിംഗ് സ്ട്രെസ്, അലൗബിൾ ആയിട്ടുള്ള സ്ട്രെസ് എത്രയാണോ അത് കൂടെ കിട്ടി കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ന്യൂമറിക്കൽ വാല്യൂ ആണ് ലഭിക്കുക. യൂണിറ്റ് ലെസ് ആണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ള ടോപ്പിക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ലോഡ് എന്നുള്ള ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ലോഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ലോഡ് നമ്മൾ നേരത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ ടോപ്പിക് ഡിസ്കസ് ചെയ്തതാണെങ്കിൽ പോലും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ടൈപ്സ് ഓഫ് ലോഡ് നമുക്കറിയാം, അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ടാണ് ലോഡ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 3 ടൈപ്പാണ്. ഫസ്റ്റ് ഡെഡ് ലോഡ്, അല്ലെങ്കിൽ അതിന് സ്റ്റാറ്റിക് ലോഡ്, അല്ലെങ്കിൽ സ്റ്റഡി ലോഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഈ ഫസ്റ്റ് ടൈപ്പ് ഡെഡ് ലോഡ്, സ്റ്റാറ്റിക് ലോഡ്, സ്റ്റഡി ലോഡ്. ഇതെന്താണെന്ന് വെച്ചാൽ സെൽഫ് വെയിറ്റ് ഓഫ് സ്ട്രക്ചറൽ മെമ്പർ അല്ലെങ്കിൽ മെഷീന്. ഇപ്പോൾ ഇതിന്റെ എന്താണ് ഡെഡ് ലോഡ് പറഞ്ഞാൽ ഇതിനൊരു വെയിറ്റ് ഉണ്ട്, ഈ ഒരു ഡസ്റ്ററിന് ഒരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ വെയിറ്റ് ആണ്, ഇത് ഡെഡ് ലോഡാണ്. ഓക്കെ, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ അവിടെ വെച്ചു, ഇപ്പം എൻ്റെ കയ്യിൽ വെച്ചു, ഇപ്പം ഇതിന്റെ വെയിറ്റ് എൻ്റെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിന്റെ ലോഡ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെഡ് ആയിട്ടുള്ള സെൽഫ് വെയിറ്റിനെയാണ് ഡെഡ് ലോഡ്, സ്റ്റാറ്റിക് ലോഡ്, സ്റ്റഡി ലോഡ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് കേസ് ആണ് ലൈവ് ലോഡ് ഓർ വേരിങ് ലോഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. അപ്പോൾ ഡെഡിന് നേരെ ഓപ്പോസിറ്റ് ലൈവ് ആണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോഡാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ലൈവ് ലോഡ്, അല്ലെങ്കിൽ അതിന് വേരിങ് ലോഡ്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ ഇതാണ്, വെയിറ്റ് ഓഫ് ട്രാഫിക് ക്രോസിംഗ്. ഒരു പാലത്തിന് മുകളിലൂടെ കുറച്ച് വാഹനങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊരു ലോറി പോയി, അത് കഴിഞ്ഞ ഉടനെ ഒരു കാറ് പോയി, അങ്ങനെ അതിങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബസ് പോയി, ബൈക്ക് പോയി. അപ്പൊ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ്, ലോഡ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബീമിനെ അല്ലെങ്കിൽ ആ പാലത്തെ അപേക്ഷിച്ചിട്ട്
ആ ലോഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സെയിം കൈൻഡ് ഓഫ് ലോഡാണ്, ഒരേ ടൈപ്പ് ലോഡാണ്, എല്ലാം വാഹനത്തിൻ്റെ വെയിറ്റ് ആണ്, പക്ഷെ വെയിറ്റിൽ വ്യത്യാസം വരും എന്നുള്ളതാണ്. ഓക്കെ. തേർഡ് ടൈപ്പ് ഷോക്ക് ഓർ ഇമ്പാക്ട് ലോഡ്. ഇമ്പാക്ട് ലോഡ് നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാമർ സ്ട്രൈക്ക് ചെയ്യുന്ന കേസിൽ സഡൻ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഹാമർ ഒരു ആണി അതിൽ നമ്മൾ തറക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സിനാണ് ഇമ്പാക്ട് ലോഡ്. സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ ഈ 3 ടൈപ്പ് അല്ലാതെ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, ഷോക്ക് ഓർ ഇമ്പാക്ട് ലോഡ്, ഈ 3 ടൈപ്പ് അല്ലാതെ കുറച്ചുകൂടെ ടൈപ്സ് ഉണ്ട്. അത് അക്കോർഡിംഗ് ടു എഫക്ട് പ്രൊഡ്യൂസ്ഡ് ഓൺ ദി മെമ്പർ. അതായത് നമ്മൾ കൊടുക്കുന്ന മെമ്പറിൽ ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ടെൻസൈൽ ലോഡ്. ടെൻസൈൽ ലോഡ് എന്നാൽ ആ ലോഡ് അതിൽ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ ടെൻഷൻ എന്നുള്ള എഫക്റ്റ് ഉണ്ടാവുക. ഞാൻ പറയാം. ഒരു മെമ്പർ ഇപ്പം അതിൽ ആക്സിയലി ഓക്കെ ലോഡ് ആക്ട് ചെയ്യുന്നത് അക്കോർഡിംഗ് ഇതിന്റെ ആക്സിസിലൂടെയാണ്. അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഈ ഫോഴ്സ് പുള്ളിങ് ഫോഴ്സ് ആണ്. ടെൻഡൻസി ടു പുള്ളിങ്, വലിക്കാനാണ് ടെൻഡൻസി. ഓക്കെ. അത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് അത് കുറച്ചുകൂടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഞാനത് ഈ ഒരു ഫിഗർ തന്നെ കാണിക്കാം. ഇത് ഫസ്റ്റ് അതിന്റെ ഫിഗർ, ദെൻ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കേസ് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോഡ് ആക്ടിങ് ത്രൂ ആക്സിയലി എന്ന് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ ത്രൂ ആക്സിസ്. ഓക്കെ. പിന്നെന്താണ് പുള്ളിങ് ടെൻഡൻസി. ഈ ലോഡിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ പുള്ളിങ് വലിക്കാൻ ടെൻഡൻസിയാണ്. ഇതിൽ സംഭവിക്കുന്ന എഫക്ട് എന്താണെന്ന് വെച്ചാൽ ഇലോങ്ങേറ്റ് ദി മെമ്പർ മീൻസ് ഈ ഒരു മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയൽ ഇലോങ്ങേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എന്താണ് അക്കോർഡിംഗ് ടു എഫക്ട് പ്രൊഡ്യൂസ്ഡ് ഓൺ ദി മെമ്പർ എന്നുള്ളതിൽ ഫസ്റ്റ് ടൈപ്പ് ടെൻസൈൽ ലോഡ്. ഓക്കെ. ഇനി സെക്കൻഡ് ടൈപ്പാണ് കംപ്രഷൻ ലോഡ്. കംപ്രഷൻ ലോഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതെ, ഓപ്പോസിറ്റ് പറഞ്ഞാല് ലോഡ് ആക്ട് ചെയ്യുന്നത് ലോഡ് ആക്ടിങ് ത്രൂ ആക്സിസ്, അതിന്റെ ആക്സിസിൽ തന്നെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് സെയിം ആക്സിസിൽ തന്നെയാണ്, പക്ഷെ ഒരുന്നുണ്ട് പുഷിങ് ടെൻഡൻസിയാണ്. അതാണ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാരണം. പുഷിങ് ടെൻഡൻസി, നേരത്തെ വലിക്കാൻ ടെൻഡൻസി ആണോ, ഇപ്പൊ പുഷ് ചെയ്യാൻ ടെൻഡൻസിയാണ്, പുഷിങ് ടെൻഡൻസി. ഓക്കെ. അങ്ങനെ ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് പോസിറ്റ് ആയിരിക്കും, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ഫിക്സഡ് ആണ്. എങ്ങനെയായാലും രണ്ട് ഭാഗത്തും പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗം പുഷ് ചെയ്യുന്നു, ഒരു ഭാഗം ഫിക്സഡ് ആണ്. അങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൽ സംഭവിക്കുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഷോർട്ടൻ ചെയ്യും, ചുരുങ്ങും എന്നുള്ളതാണ്, കോൺട്രാക്ട് ചെയ്യും. ഷോർട്ടൻ ദി എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടൻ ദി സ്പെസിമെൻ. ഓക്കെ. ഇതാണ് കംപ്രഷൻ ലോഡിലുള്ള വ്യത്യാസം. ഓക്കെ. ഇനി ഇതിൽ തേർഡ് വൺ ഷിയറിംഗ് ലോഡാണ്. ഷിയറിംഗ് ലോഡ് നോക്കാം. ഷിയറിംഗ് ലോഡിൽ വരുന്ന കാര്യം ഒരു ബോഡി, ഷിയറിംഗ് ലോഡിൽ വരുന്ന കേസ് ഒരു ബോഡി ഓക്കെ. ഈ ബോഡിയിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, അതായത് സെയിം വാല്യൂ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. രണ്ട് എന്താ പറയാ ഭാഗത്ത് കൊടുത്തു, ഒന്ന് മുകൾ ഭാഗത്തും ഒരു താഴെ ഭാഗത്തും. ഒന്ന് മുകളിൽ ആ ഡയറക്ഷനിലും താഴത്ത് ഈ ഡയറക്ഷനും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, അത്രേ ഉള്ളൂ. ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇത് ഈ ഡയറക്ഷൻ ആണെങ്കിൽ അടുത്ത ഫോഴ്സ് ഈ ഡയറക്ഷൻ. ഞാൻ ഒരെണ്ണം രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ വരുന്ന കേസിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ സ്ലൈഡിങ് സംഭവിക്കും. സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ സ്ലൈഡ് ആവുന്നതല്ല, ഈ ബോഡി സ്ലൈഡ് ആവുന്നതാണ്. ഓക്കെ. അതായത് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന കേസ് പറഞ്ഞാൽ ഇങ്ങനെ ഈ ബോഡി സ്ലൈഡ് ആവുന്നതാണ്. അതായത് ഇത്രയും സ്ലൈഡിങ് ഒരു ആംഗിൾ അതിനടിയിൽ ഫോം ചെയ്യുന്നതാണ്. ഓക്കെ. ഇതാണ് ഷിയറിംഗ് ലോഡ്. ഇപ്പൊ പറയുകയാണെങ്കിൽ അതിൽ വരുന്നത് ഈക്വൽ ആൻഡ്
അല്ലെങ്കിൽ ആക്ടിങ് ഈക്വൽ ആൻഡ് acting equal and opposite forces on എന്താ പറയാ ടു എൻഡ്സ് അങ്ങനെ പറയാം. ഓക്കെ, ഇതിന്റെ എഫക്റ്റ് എന്നുള്ളത് സ്ലൈഡിങ് എഫക്റ്റ്. ഓക്കെ, ഇതാണ് ഷിയറിംഗ് ലോഡ്. രണ്ട് ലോഡ് ഓപ്പോസിറ്റും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ലോഡ് ഒരു ബോഡിയിൽ രണ്ട് ഭാഗത്തായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ ഇതിൽ സ്ലൈഡിങ് എഫക്റ്റ് ഉണ്ടാവും. ഈ സ്ലൈഡിങ് ആണ് ഇതിൽ ഉണ്ടാകുന്ന ഇതിൽ എഫക്റ്റ്. അതിനാണ് ഷിയറിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഷിയറിംഗ് ആണ് സംഭവിക്കുന്നത്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം തെന്നി മാറുന്നതാണ്. ആ ഷിയറിംഗ് എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അതാണ് ഷിയറിംഗ് ലോഡ്. അടുത്തത് ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്. ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്. ട്വിസ്റ്റിംഗ് ഓർ ടോർഷൻ ലോഡ് എന്താ നോക്കാം. ഒന്നുമില്ല, ഇതിൽ വരുന്ന കേസ് ഒരു ബോഡി കപ്പിൾ ഫോഴ്സ് ആണ്. കപ്പിൾ ഫോഴ്സ് കൊടുത്തു. കപ്പിൾസ് ഫോഴ്സ് ആക്ടിങ് കപ്പിൾസ് ഫോഴ്സ് എഫക്റ്റ് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് ആണ്. ട്വിസ്റ്റിംഗ് എഫക്റ്റ് ആണ്. അതായത് നമ്മളൊരു തോർത്തുകൊണ്ട് ഇങ്ങനെ ഉണക്കാൻ, നനഞ്ഞത് ഉണക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വസ്ത്രം പെട്ടെന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരാൾ ഒരു സൈഡിൽ ഫിക്സ് ചെയ്യും, പിടിക്കും, മറ്റാൾ ഈ സൈഡിൽ പിടിക്കും. എന്നിട്ട് ഈ ആൾ ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ ആൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എന്താണ് അവിടെ ട്വിസ്റ്റിംഗ് സംഭവിക്കും. അങ്ങനെ അതാണ് ഈ ലോഡിന്റെ പ്രത്യേകത. കപ്പിൾസ് ഫോഴ്സ് ആണ്, രണ്ട് ഫോഴ്സ് ഉണ്ട്. അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് ആണ്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ട്വിസ്റ്റിംഗ് സംഭവിക്കുന്നതാണ്. അതാണ് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോഴ്സ്, ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്. ഇനി ഫിഫ്ത്ത് വൺ, അതായത് ഇതിൽ ലാസ്റ്റ് വൺ, ബെൻഡിങ് ലോഡ്. ബെൻഡിങ് ലോഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാല്, അക്കോർഡിംഗ് ടു എഫക്ട് ഓഫ് എന്താണ് എഫക്ട് പ്രൊഡ്യൂസ് ഓൺ ദി മെമ്പറിലാക്കുന്ന എഫക്ട് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ആണ്. ഒന്നല്ല, ഞാൻ പറയാം, ഒരു കപ്പിൾസ് ഫോഴ്സിന്റെ കേസ് തന്നെ പറയാം. ഇങ്ങനെ ഒരു ബീം നമുക്കറിയാം, നമ്മൾ സപ്പോർട്ട് റിലേഷൻസ് ഒക്കെ കണ്ടതാണ്. ബീമിൽ രണ്ട് സപ്പോർട്ട് റിലേഷൻസ് വന്നു, ഒരു ഫോഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എഫക്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ബെൻഡ് ആവും. നമുക്കറിയാം ഇതിനുള്ള കപ്പാസിറ്റി കഴിഞ്ഞാൽ പിന്നെ ബെൻഡ് ആവും. ഈ ലോഡ് ഇതിന് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി ആണെങ്കിൽ ഇത് ഈ ബീം താങ്ങി നിർത്തും, സപ്പോർട്ട് ചെയ്ത് നിർത്തും. ഒരു ലിമിറ്റ് കഴിഞ്ഞു, പിന്നെ താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ സപ്പോർട്ട് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ബീം വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബീം മെമ്പർ എന്ത് ചെയ്യും, ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ടെൻഷൻ സംഭവിക്കും, ഈ ഭാഗത്ത് കംപ്രഷൻ സംഭവിക്കും എന്നുള്ളതാണ്. ഈ ഭാഗത്ത് ടെൻഷനും ഈ ഇന്നർ ഭാഗത്ത് കംപ്രഷൻ സംഭവിക്കുന്നതാണ്. ഇതാണ് ബെൻഡിങ് ലോഡ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് ലോഡാണ്. യൂണിറ്റ് പറഞ്ഞ ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ. ലോഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ. മെയിൻലി 3 ടൈപ്സ് ആണ്: സ്റ്റാറ്റിക്, ലൈവ് ലോഡ്, അതുപോലെ തന്നെ ഷോക്ക് ഒരു ബാക്ക് ലോഡ്. അക്കോർഡിംഗ് ടു എഫക്ട് പ്രൊഡ്യൂസർ ഓൺ ദി മെമ്പർ എന്നുള്ള കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 ടൈപ്പ് ഡിസ്കസ് ചെയ്തു. ഒന്ന് ടെൻഷൻ ലോഡ്, ടെൻഷൻ അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ്. ടെൻസൈൽ ലോഡിന്റെ എഫക്ട് പറഞ്ഞാൽ ടെൻഷൻ ആണ് അതിന്റെ എഫക്ട്. അത് പുള്ളി, നമ്മൾ കൊടുക്കുന്ന ലോഡ് ചെയ്യണത് പുള്ളിങ്ങൾ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ലെങ്ത് ഇലോങ്ങേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആണ് സെക്കൻഡ് വൺ, കംപ്രഷൻ ലോഡ്. കംപ്രഷൻ ലോഡ് എന്നുള്ളത് അതിൽ ലോഡ് പുഷിംഗ് ടെൻഡൻസിയാണ്. ഓക്കെ, പുള്ളിങ്ങിന് നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ്. പക്ഷെ സംഭവിക്കുന്ന കേസ് എന്താ വെച്ചാൽ അത് ഷോർട്ടൻ ചെയ്യും, മെറ്റീരിയൽ ഷോർട്ടൻ ചെയ്യും. ദെൻ തേർഡ് വൺ ഷിയറിംഗ് ലോഡ്. ഷിയറിംഗ് ലോഡിൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് ഓപ്പോസിറ്റ് പോളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ബോഡി സ്ലൈഡ് ചെയ്യും. രണ്ട് ബേസ് നോക്കുമ്പോൾ, രണ്ട് സൈഡ് നോക്കുമ്പോൾ അത് സ്ലൈഡിങ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുന്ന കേസിലാണ് സ്ലൈഡിങ് അല്ലെങ്കിൽ ഷിയറിംഗ് ലോഡ് എന്നുള്ള കേസ് വരുന്നത്. ദെൻ ഫോർത്ത് വൺ ട്വിസ്റ്റിംഗ്. കപ്പിൾ ഫോഴ്സ് ആണ്, 2 കപ്പിൾസ് ആണ്. അത് വരുന്ന കേസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലോഡ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ട്വിസ്റ്റിംഗ് സംഭവിക്കും. അങ്ങനെ ട്വിസ്റ്റിംഗ് സംഭവിക്കുന്ന കേസിന്, അങ്ങനെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ട്വിസ്റ്റിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ലോഡിനെ നമ്മൾ ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷൻ ലോഡ് എന്ന് പറയും. ലാസ്റ്റ് വൺ ബെൻഡിങ് ലോഡ്. ഫിഫ്ത്ത് വൺ ബെൻഡിങ് ലോഡ്. ബെൻഡിങ് ലോഡ് ഞാൻ ഫിഗർ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഏതുള്ള കാര്യങ്ങൾ, ആക്ടിങ്
couples forces, then effectoral bending എഫക്റ്റ് ആണ് അതിൽ സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സ്ട്രെസ് എന്നുള്ള ടോപ്പിക്ക്. ഓക്കെ, നോക്കാം എന്താണ് സ്ട്രെസ് എന്നുള്ളത്. സ്ട്രെസ്, ഓക്കെ, എന്താണ് സ്ട്രെസ് നോക്കാം. ഒരു ബോഡി ആ ബോഡിയിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലോഡ് ഇതിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡസ്റ്ററിൽ ഞാൻ ഒരു ഇത് വലിക്കുന്നു അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നു, എന്ത് എഫക്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വലിക്കുന്നതിന് പുഷ് ചെയ്യുന്നു. അപ്പോൾ ലോഡ് എഫക്റ്റ് ഇതിൽ വരുന്നുണ്ട്. ഈ ലോഡ് വരുന്ന സമയത്ത്, ഈ വലിക്കുന്ന സമയത്ത് ഈ വലിക്കാനുള്ളൊരു വലിയാനുള്ള ടെൻഡൻസി ബോഡിയിൽ വരും. ഓക്കെ, അപ്പോൾ അതിനെ ഈ ബോഡി റിയാക്ട് ചെയ്യും, ഇതിന് ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. ഈ റെസിസ്റ്റ് ചെയ്യുന്ന ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വരുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ലോഡ് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ എഫക്റ്റിന് എതിരായിട്ട് ഈ ബോഡി റിയാക്ട് ചെയ്യും. ഈ റിയാക്ട് ചെയ്യുന്ന ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ആ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ കൊടുക്കുന്ന ലോഡ് ബൈ ഇവിടുത്തെ സ്ട്രെസ് എത്രയാണോ, ഈ ബോഡി കൊടുക്കുന്ന സ്ട്രെസ് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ്, ഈ ലോഡ് എത്രയാണോ ആ ലോഡിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് ഈ ബോഡി റിയാക്ട് ചെയ്യുക. അതായത് ഈ രണ്ട് എഫക്റ്റും സെയിം ആയിരിക്കും. ഈ ബോഡി ചെയ്യാന്നുള്ളത് അത് ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോഡി ആക്ട് ചെയ്യുക. ഈ ആക്ട് ചെയ്യുന്ന സമയത്ത്, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിലാണ് ഈ ലോഡിന് എത്രയാണോ ലോഡ്, ആ സെയിം ലോഡ് എഫക്റ്റ് ആയിരിക്കും ഈ ബോഡി കൊടുക്കുക. അപ്പോൾ രണ്ടും, ഇപ്പം നമുക്ക് ഇതിന് ആർ എന്ന് പറയാം, ഇതിന് പി എന്ന് പറയാം. അങ്ങനെ രണ്ടും ആർ ഇസ് ഈക്വൽ ടു പി, രണ്ട് എഫക്റ്റ് തരാം. കാരണം ന്യൂട്രലൈസ് ചെയ്യാന്നുള്ള എഫക്റ്റിലാണ് ഈ ബോഡി റിയാക്ട് ചെയ്യുക. ഓക്കെ, ഇനി സിമ്പിളായി പറഞ്ഞാൽ അപ്പോൾ ആർ പി ഒന്നാണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പി എന്ന് എടുക്കാം. ഓക്കെ, അതിനാണ് ഈ സ്ട്രെസ് എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന് സിമ്പിളായി പറയുന്നത് ലോഡ് ബൈ ഏരിയ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്രശ്നം വരിക, ലോഡ് ബൈ ഏരിയ പറയുമ്പോൾ ഏത് ഏരിയ. ഓക്കെ, ഈ ബോഡിക്ക് ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പോൾ ഈ ബോഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്, ഇവിടുന്ന് ഇങ്ങനെ വലിക്കുകയാണ്, ഈ ഒരു ഫേസിലാണ്. ഓക്കെ, ഇതിൽ വലിക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഏരിയകളുണ്ട്. ഈ ലെങ്ത് ഇൻറ്റു ഈ ബ്രെഡ്ത്ത് ഒരു ഏരിയ ആണ്. അപ്പോൾ അടുത്തൊരു ഏരിയ എന്നുള്ളത് ഈ ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ ഈ ലെങ്ത് ഇൻറ്റു ഈ ഹൈറ്റ് ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ ലെങ്ത് ഇൻറ്റു ഈ വീതി, ഓക്കെ, അതൊരു ഏരിയ ആണ്. ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ സിമെട്രിക്കലി ഒരു സെയിം ബോഡി ആയതുകൊണ്ട് തന്നെ ഈ ഫേസ് ഈക്വൽ ആണ്, ഈ ഫേസും ഈക്വൽ ആണ്, ഈ ഫേസും ഈക്വൽ ആണ്. ഇതല്ലാത്ത ബോഡികളെല്ലാം വരാം, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുകൾ വരാം. അപ്പോൾ സ്ട്രെസ് കാണുമ്പോൾ ആ ഏരിയ എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളത് ഒരു എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആണ്, പ്രശ്നമാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ലോഡ് വരുന്ന സമയത്ത് ലോഡ് ആക്ട് ചെയ്തു, ലോഡ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏത് ഫേസിലാണോ ലോഡ് ആക്ട് ചെയ്യണത്, ഇപ്പോൾ ഈ ഫേസിലാണ് ലോഡ് ആക്ട് ചെയ്യണത്, അപ്പോൾ ലോഡ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ, എവിടെയാണോ ലോഡ് ആക്ട് ചെയ്യണത് ആ ഏരിയ. അപ്പോൾ ലോഡ് ബൈ ഏരിയ. ഇനി ഇതിന്റെ യൂണിറ്റ് ചെക്ക് ചെയ്യാം. ലോഡ് ബൈ ഏരിയ എന്നുള്ളത് ക്ലിയർ ആയി. സ്ട്രെസ് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലോഡ് ടു ഏരിയ എന്ന് പറഞ്ഞാലും ഇതിന്റെ ഡെഫിനിഷൻ ആയി. ഓക്കെ, ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോഡിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ mm² യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് സ്ട്രെസ് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ mm². ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്ടന്റെ വേറെ യൂണിറ്റ് ആണ് കിലോ ന്യൂട്ടൺ പെർ m², അങ്ങനെയും പറയാം. ഇതല്ലാതെ ഒരുപാട് യൂണിറ്റുകൾ ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ, ഗീഗാ ന്യൂട്ടൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യം. പ്രധാനമായിട്ടും ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ m², ഈ രണ്ട് യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് ടൈപ്സ് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ ടൈപ്സ് സ്ട്രെസ് ആണ് വരിക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ടൈപ്സിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടൈപ്സ്, ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ഒന്നുമില്ല. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാണെന്നുണ്ടെങ്കിൽ ടെൻസൈൽ ലോഡ്, അതായത് പുള്ളിങ് ലോഡ്, ടെൻസൈൽ ലോഡ് ബൈ ഏരിയ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ആ ഏരിയ. ഓക്കെ, ഞാനൊരു ഫിഗർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡിയിൽ ഒരു പുള്ളിങ് ഫോഴ്സ് വന്നു, അപ്പോൾ ഇത് പി ആണ്, അപ്പോൾ പി ബൈ ഈ ഏരിയ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ടെൻഷ്യൽ സ്ട്രെസ്, അതായത് സ്ട്രെസ്സിന് സാധാരണ നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യാറുള്ളത് എഫ് ആണ്, അല്ലെങ്കിൽ സിഗ്മ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സിമ്പിളാണ്, യൂണിറ്റ് അല്ല. യൂണിറ്റ് ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ m². അതിന് സിമ്പിളാണ് എഫ് ഓർ സിഗ്മ.
ഓക്കെ, നമ്മൾ നമ്മുടെ എഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫോഴ്സിന് നമ്മൾ എഫ് യൂസ് ചെയ്യാറുണ്ട്, അതും ഇത് രണ്ടും കൂടെ പ്രശ്നമാക്കരുത്. ഫോഴ്സിനും എഫ് യൂസ് ചെയ്യാറുണ്ട്, ഇതാ എഫ് അല്ല, സ്മോൾ എഫ് ആണ് സ്ട്രെസ് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പി ബൈ എ, ഇങ്ങനെ വരുന്ന കേസിൽ പി ബൈ എ, ആ പി എന്നുള്ളത് ടെൻസൈൽ പുള്ളിംഗ് ഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തായത് ഒരു എന്താ പറയാ എന്താണ് ടെൻസൈൽ സ്ട്രെസ് ആയി മാറിയത്. ഇനി സെക്കൻഡ് വൺ കംപ്രഷൻ സ്ട്രെസ്. കംപ്രഷൻ സ്ട്രെസ് പറഞ്ഞാല് ഇക്വേഷൻ സെയിം ആണ്, പി ബൈ എ. ഇവിടെ എഫ് സി, നമുക്ക് കംപ്രഷൻ സ്ട്രെസ് നാക്കാൻ വേണ്ടിയിട്ട് എഫ് സി നാക്കാം. കംപ്രഷൻ സ്ട്രെസ് ഇതിന്റെ എഫക്റ്റിൽ വരുന്ന വ്യത്യാസം എന്താ വെച്ചാൽ ഈ ലോഡ് കംപ്രസീവ് ലോഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്രഷൻ ലോഡ് നാക്കണം. കംപ്രഷൻ ലോഡ് ബൈ ഏരിയ. അപ്പോൾ അതായത് ഇത് പുഷിംഗ് ഫോഴ്സ് ആണ്. ഈ പുഷിംഗ് ഫോഴ്സ് പി, അത് യൂണിറ്റ് ഒരു മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ്, പുള്ളിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വരുന്ന എഫക്റ്റാണ് ഷോർട്ടൻ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കംപ്രഷൻ ലോഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ലോഡായി. ഈ നെക്സ്റ്റ് വൺ ഷിയറിംഗ് സ്ട്രെസ് ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ബോഡി, ആ ബോഡി ഇങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് ഓപ്പോസിറ്റ്, ഈക്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് കൊടുത്തു. ഇതിന്റെ എഫക്റ്റ് മൂലം ഇവിടെ സംഭവിക്കുന്ന എഫക്റ്റ് അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ വരുന്ന ലോഡ് ഷിയറിംഗ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഷിയറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ചെയ്താൽ ഷിയറിംഗ് സ്ട്രെസ് കിട്ടും. അപ്പോൾ ഷിയർ സ്ട്രെസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഇതാണ് മൂന്ന് ടൈപ്പ്: ടെൻസൈൽ സ്ട്രെസ്, കംപ്രഷൻ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മുടെ യൂണിറ്റ് ചാപ്റ്ററിന്റെ പേരുന്നതായിരുന്നു നോർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നുള്ള ചാപ്റ്ററിന്റെ പേര്. ഇപ്പോഴാണ് ടോപ്പിക്കിൽ എത്തിയിട്ടുള്ളത്. സ്ട്രെസ് ഡിസ്കസ് ചെയ്തു, ഇനി നെക്സ്റ്റ് ലോഡ് ഡിസ്കസ് ചെയ്തു. ലോഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ. സ്ട്രെസ് ലോഡ് ബൈ ഏരിയ ആയി, ന്യൂട്ടൺ പെർ എം സ്ക്വയർ അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയി. ഇനി സ്ട്രെയിൻ അടുത്ത ടൈമാണ്. സ്ട്രെയിൻ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത് സ്മോൾ ഇ എന്നാണ്. സ്മോൾ ഇ, സ്ട്രെസ്സിന് എഫ്, ലോഡിന് പി, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സ്ട്രെയിൻ എന്നുള്ളത് ഇ. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കാണിക്കാം. ഇപ്പൊ ഒരു ബോഡി, ആ ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന്റെ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയാണ്, എല്ലാണ്. ഇനി ഞാൻ ഇതിലൊരു ലോഡ് പി ആക്ട് ചെയ്തു, ലോഡ് അപ്ലൈ ചെയ്തു. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഇവിടെ സംഭവിക്കും സ്വാഭാവികമായിട്ടും. കാരണം ടെൻസൈൽ ലോഡാണ് കൊടുത്തത്, പുള്ളിങ് ലോഡാണ്. ടെൻസൈൽ സ്ട്രെസ് സംഭവിക്കും. എന്തായാലും സ്ട്രെസ് സംഭവിച്ചു. ഈ സ്ട്രെസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു, ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതിലൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത്. ഇത് ഇപ്പൊ സാധാ ലെങ്ത്, ഇപ്പൊ നോർമൽ ലെങ്ത് ഇതാണെന്നുണ്ടെങ്കിൽ ഈ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനെന്താ പറയാം, ഡെൽറ്റ എൽ പറയാം. ഡെൽറ്റ എന്നുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂസിനാണ് ഡെൽറ്റ യൂസ് ചെയ്യാറുള്ളത്. അതായത് ഇത് 12 എന്നുള്ളത് ഒരു വലിയ 10 എന്നുള്ള വാല്യൂ ആണ്. 10 മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പം ഇലോങ്ങേറ്റ് ചെയ്യാം ഒരു 1 mm ഒക്കെ ആയിരിക്കും. ആ 10നെ അപേക്ഷിച്ചിട്ട് ഈ 1 mm എന്നുള്ളത് വളരെ ചെറിയ വാല്യൂ, 1 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പം അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ വാല്യൂസിനാണ് ഡെൽറ്റ യൂസ് ചെയ്യുന്നത്. അതാണ് ഡെൽറ്റ എൽ എന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൽ ചെറിയ ഒരു ഇലോങ്ങേഷൻ സംഭവിച്ചു. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, സിമ്പിൾ കൊടുത്തു. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതാണ് അതിന് ശരിക്കും ഇക്വേഷൻ. നമ്മൾ ഡെഫിനേഷനിൽ പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ
ലെങ്ത്. അതായത് സ്ട്രെയിൻ ആയി. ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. എന്താണ് ചേഞ്ച് ചെയ്തത്? ഡെൽറ്റ എൽ ആണ്. അവിടെ ചേഞ്ച് വന്നത് ഡെൽറ്റ എൽ ആണ്. അപ്പോൾ ഡെൽറ്റ എൽ ബൈ ഒറിജിനൽ ലെങ്ത് എന്നാണ് ഇതാണ്. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ഡെൽറ്റ എൽ ബൈ എൽ. എൽ എന്നുള്ളത് ഒറിജിനൽ ലെങ്ത്. ഓക്കെ. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് എങ്ങനെ നോക്കാം? യൂണിറ്റ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ആക്ച്വലി സ്മോൾ ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, എം എം. ഓക്കെ, നമ്മൾ എന്താ എടുക്കണം അതായിക്കോട്ടെ. നമ്മൾ എടുക്കുന്ന യൂണിറ്റ് എം എം അല്ലെങ്കിൽ മീറ്റർ എടുത്തു. എസ് ഐ യൂണിറ്റ് ആയിട്ട് മീറ്റർ എടുത്തു. എൽ എന്താണ്? അതും ആക്ച്വലി ലെങ്ത് ആണ്. അതിന്റെ യൂണിറ്റ് എന്താണ്? എം ആണ്, മീറ്റർ ആണ്. ഈ മീറ്ററും ക്യാൻസൽ ആയി. അപ്പൊ അതവിടെ യൂണിറ്റ് ഒന്നുമില്ല. ഓക്കെ, അതായത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂണിറ്റ് ലെസ് എന്നാണ് പറയാം. യൂണിറ്റ് ഇല്ലാത്ത സംഭവമാണ് സ്ട്രെയിൻ ഉള്ളത്. ഓക്കെ, ഇതിന്റെ ടൈപ്സ് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ എന്നുള്ള ടോപ്പിക്കാണ്. സ്ട്രെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഓക്കെ, ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെയിൻ. ടെൻസൈൽ സ്ട്രെയിൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ ടെൻസൈൽ സ്ട്രെയിൻ സംഭവിക്കാൻ നോക്കാം. നേരത്തെ ഞാൻ ടെൻസൈൽ സ്ട്രെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോഡി അതിലൊരു പുള്ളിംഗ് ഫോഴ്സ്, അതായത് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്തു. ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടെൻസൈൽ സ്ട്രെസ് സംഭവിക്കും. അപ്പൊ നമുക്ക് പറയാം ടെൻസൈൽ ലോഡാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ സംഭവിക്കുന്നത് ഇലോങ്ങേറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഈ സംഭവം ബോഡി ടെൻസൈൽ ലോഡ് കാരണം ഈ ബോഡി ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഇലോങ്ങേറ്റ് ചെയ്താണ് ഡെൽറ്റ എല്ല്. ഇതിന്റെ ഒറിജിനൽ ലെങ്ത്, ഫസ്റ്റ് ഉള്ള ലെങ്ത് ആണ് എല്ല്. ഓക്കെ, അപ്പൊ ഈ ടെൻസൈൽ ഫോഴ്സ് കാരണം വരുമ്പോൾ അത് ഇലോങ്ങേറ്റ് ചെയ്യും. അതിനെയാണ് അപ്പോൾ വരുന്ന സ്ട്രെയിൻ, അങ്ങനെ ഉണ്ടാവുന്ന സ്ട്രെയിനാണ് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെയിൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോർമൽ ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എൽ. ഈ ഡെൽറ്റ എൽ സംഭവിക്കുന്നത് ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് കാരണം ആണ് ഇവിടെ ഒരു ഇലോങ്ങേഷൻ സംഭവിക്കുന്നത്. അതാണ് ടെൻസൈൽ സ്ട്രെയിൻ. ഓക്കെ, സെക്കൻഡ് വൺ കംപ്രഷൻ സ്ട്രെയിൻ. കംപ്രഷൻ സ്ട്രെയിൻ നോക്കാം. കംപ്രഷൻ സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെയിൻസ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ വരുന്ന സംഭവം എന്നുള്ളത് കംപ്രഷൻ ലോഡാണ്. കംപ്രഷൻ ലോഡ് ആക്ട് ചെയ്യുന്നു. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതാ ലോഡ് പി, കംപ്രഷൻ ലോഡ് ആക്ട് ചെയ്തു. ഇത് അപ്പോൾ സംഭവിക്കുക, അത് ഷോർട്ടൻ ചെയ്യും, ചുരുങ്ങും. ഓക്കെ, അപ്പോൾ ഇലോങ്ങേറ്റ് അല്ല ചെയ്യുന്നത്, ഷോർട്ടൻ ചെയ്യുന്നു പറയേണ്ടി വരും. കംപ്രഷന്റെ കേസിൽ ഷോർട്ടനിങ് സംഭവിക്കുന്നു. ദെൻ ഇവിടെ എന്താണ്? ഇതാണ് ഡെൽറ്റ എല്ല്. ഇനി തെറ്റിദ്ധരിച്ചിട്ട് ഇതുവരെയാണ് എല്ല് എന്ന് മാർക്ക് ചെയ്തത്. എല്ല് എന്നുള്ളത് ഫുൾ ലെങ്ത് ആണ്. അത് ചുരുങ്ങിയിട്ട് ഇത്രയും പുതിയ ലെങ്ത് പറഞ്ഞാൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയും? ഡെൽറ്റ എൽ എന്ന് പറയും. ഓക്കെ, അതിനാണ് ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ചേഞ്ച് ചെയ്ത ലെങ്ത് എത്ര? ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, ഇതാണ് കംപ്രഷൻ സ്ട്രെയിൻ. അതായത് കംപ്രഷൻ സ്ട്രെയിൻ ഡ്യൂ ടു കംപ്രസീവ് ലോഡ് ആ മെറ്റീരിയൽ റെഡ്യൂസ് ചെയ്യും, ഷോർട്ടൻ ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ആ സ്ട്രെയിനെയാണ് കംപ്രഷൻ സ്ട്രെയിൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വന്നു. അപ്പോൾ ഒരു ബോഡി ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ബോഡിയിൽ ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സ് രണ്ട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചേഞ്ചസ് ഞാൻ പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ടും ഈ ബോഡി ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. ഇതാണ് ഇതിവിടെ സ്ട്രെയിൻ. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ള സ്ട്രെയിന്. പിന്നെ നമുക്ക് എക്സ് മാർക്ക് ചെയ്യാം. ഇതാണ് ലെങ്ത്. ഓക്കെ,
ഈ എത്രയാണോ ഇലാമിറ്റ് ചെയ്തത് ഇതന്നെ സംഭവം, ഇതാണ് എക്സ്, എത്രയാണോ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ഇത്രയും ഇവിടെ നിന്ന് ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അതായത് ഈക്വൽ ഈ ബോട്ടത്തിലും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. ഓക്കെ, ഈ സെയിം വാല്യൂ ഈക്വൽ ആണ്, അതുകൊണ്ട് ഇവിടെ എക്സ് മാർക്ക് ചെയ്യാൻ കാരണം. ഓക്കെ, ലെങ്ത് എന്നുള്ളത് അതിന്റെ ഈ ഭാഗമാണ് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രെയിൻ, ഇവിടെ സ്ട്രെയിൻ എന്താ നോക്കാം. സ്ട്രെയിനിന്റെ സിമ്പിള് നമ്മൾ നേരത്തെ എല്ലാ കേസിലും ഇ ആണ് യൂസ് ചെയ്തത്, പക്ഷേ ഷിയർ സ്ട്രെയിനിന്റെ കേസിൽ ഫൈ ആണ്, ഫൈ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എൽ. ഓക്കെ, ചേഞ്ച് ലെങ്ത് ഇതാണ്, ഒറിജിനൽ ലെങ്ത് എൽ ആണ്. ഓക്കെ, ഇതാണ് ഷിയർ സ്ട്രെയിൻ എന്നുള്ളത്, അതുകൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ഷിയറിംഗ് ആയിട്ടുള്ള ഫോഴ്സ് വരുന്ന കാരണം അതിൽ വരുന്ന സ്ട്രെയിൻ ആണ് ഷിയർ സ്ട്രെയിൻ. ഈ നെക്സ്റ്റ് വൺ ശരിക്കും 3 ടൈപ്പാണ്. ഈ 4ാമത്തെ ടൈപ്പ് വേണമെങ്കിൽ പറയാം വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞല്ല, എന്ന് പറഞ്ഞാൽ ഒരു വോളിയം ഉള്ളൊരു സ്പെസിമെൻ, ഇങ്ങനെ വോളിയമുള്ള സ്പെസിമെനിൽ എല്ലാ ആക്സിസിലും ഫോഴ്സ് വന്നു. ഈ ഫോഴ്സ് കാരണം ഇതിൽ സ്ട്രെസ് എഫക്ട് ചെയ്തു. സ്ട്രെസ് കാരണം ഇതിൽ വോളിയം ചേഞ്ച് ചെയ്തു. ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്രഷൻ ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കൊടുത്ത ടെൻസൈൽ ഫോഴ്സ് അതുകൊണ്ട് അത് എന്താ പറയുക, ഇലോങ്ങേറ്റ് ചെയ്യും. കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ അതിൽ കംപ്രസ് ചെയ്യും. ഓക്കെ, ഷോർട്ടൻ ചെയ്യും. എന്തായാലും വോളിയം ചേഞ്ച് ആവും, ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഈ 2 എഫക്റ്റ് വന്നാലും വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. അപ്പോൾ വോളിമെട്രിക് സ്ട്രെയിൻ സ്ട്രെയിൻ ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി, ചേഞ്ചിങ് വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയം എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വോളിയം. അതായത് ഇത് സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഇതിന്റെ വോളിയം എത്രയാണോ അതാണ് ഒറിജിനൽ വോളിയം. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം. കാരണം അത് കൂടാം കുറയാം, കാരണം അത് ഫോഴ്സിനനുസരിച്ചിരിക്കും. ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ അത് ചിലപ്പോൾ ഇലോങ്ങേറ്റ് ചെയ്യും, കംപ്രഷൻ ഫോഴ്സ് ആണെങ്കിൽ അത് ഷോർട്ടൻ ചെയ്യും. അപ്പോൾ ഇതാണ് വോളിമെട്രിക് സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ, ടൈപ്പ് ഓഫ് സ്ട്രെസ്, ടൈപ്പ് ഓഫ് ലോഡിംഗ് 3 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ്, ഹൂക്സ് ലോ. ഹൂക്സ് ലോ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതായിരിക്കും, എന്നാലും ഒന്നുകൂടെ നമ്മളിവിടെ ഒന്ന് റെഡി ചെയ്യാം. ഹൂക്സ് ലോ റോബർട്ട് ഹൂക്സ് എന്ന ആളാണ് ഈ ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. റോബർട്ട് ഹൂക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ലോ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇത്രയും ആയാലും കംപ്ലീറ്റ് ആവില്ല, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അതുകൂടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്നു, അത് എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അതിന്റെ ഇടയിൽ മുമ്പുള്ള ഭാഗമാണ് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്, ലോഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ സംഭവം, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ. അങ്ങനെ വരുന്ന കേസാണ് അത് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ട്രെയിൻ ആയിരിക്കും. അതായത് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആണ് സ്ട്രെയിൻ സംഭവിക്കുക. എവിടെ? വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ബിയോണ്ട് ദി ലിമിറ്റ് എന്ന് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബിയോണ്ട് ലിമിറ്റ് പ്രൊപ്പോർഷണൽ അല്ല, മാറും എന്നുള്ളതാണ്, വേരിങ് ചേഞ്ചസ് വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എഴുതാണെന്നുണ്ടെങ്കിൽ, ഇക്വേഷനാക്കി എഴുതാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ്സിന് നമുക്ക് എഫ് കൊടുക്കാം, സ്ട്രെയിൻ ഇ കൊടുക്കാം, കാരണം സ്ട്രെയിൻ ഇ, സ്ട്രെസ് എഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഇക്വേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എഫ് ബൈ ഇ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇ ആണ്, ക്യാപിറ്റൽ ഇ. ഓക്കെ, ഇതിനെ ബാക്കി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ എഫ് ബൈ ഇ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ. ഇ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പോൾ ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ റോബർട്ട് ഹൂക്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്.
അത് ലോ ഇതാണ്, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് അകത്ത് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അതുപോലെ തന്നെ അതിന് ഈ പ്രൊപ്പോർഷൻ മാറ്റിയിട്ട് ഇക്വേഷൻ ലെവലിലേക്ക് മാറ്റുകയാണെങ്കിൽ F/E സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു E എന്ന് വരും. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഒരുപാട് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു E. ഇത് സ്മോൾ ഇ ആണ്, ക്യാപിറ്റൽ ഇ. അപ്പോൾ അത് കേട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ രണ്ടും F/E ഈക്വൽ ടു E എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. F/ സ്മോൾ ഇ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ. E എന്ന് പറഞ്ഞാൽ ഇത് യങ്സ് മോഡുലസ് ആണ്. F എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്, E എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് ലോഡ്, ടൈപ്സ് ഓഫ് സ്ട്രെസ്, ടൈപ്സ് ഓഫ് സ്ട്രെയിന്, അതുപോലെ സ്ട്രെസ്, സ്ട്രെയിന്, ലോഡ് എല്ലാം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ യൂണിറ്റ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഹൂക്സ് ലോ. ഈ ലോ ഇത്രയും ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ടോപ്പിക്കുമായിട്ട് വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.